2023 കാനഡയിൽ നടന്ന ഒരു കൊലപാതകം ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിലുള്ള നയതന്ത്ര ബന്ധം തകർച്ചയിലേക്ക് തള്ളിവിടുന്നതായിരുന്നു അത്. അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാർ ഉണ്ടായിരിക്കാം എന്നാണ്. ഇന്ത്യ അത് ശക്തമായി നിഷേധിച്ചു. ഇപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷം കാനഡയുടെ അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. അതേസമയം അമേരിക്കയും പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ഇന്ത്യക്കെതിരെയുള്ള ആരോപണം അവസാനിച്ചോ? ആരാണ് ഹർദീപ് സിംഗ് നിജ്ജർ? ആരാണ് ലോറൻസ് ബിഷ്ണോയ്? എന്താണ് ഈ കേസിൽ അമേരിക്കയുടെ താൽപ്പര്യം? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഹർദീപ് സിംഗ് നിജ്ജർ കാനഡയിൽ താമസിച്ചിരുന്ന ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ്. ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് KTF എന്ന സംഘടനയുടെ നേതാവായിരുന്നു. ഇന്ത്യ 2023 ഈ സംഘടനയെ UAPA പ്രകാരം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. നിജ്ജർ ഇന്ത്യയിൽ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. 2023 ജൂൺ 18 ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിലെ ഗുരുദ്വാരയ്ക്ക് പുറത്ത് നിജ്ജർ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ കൊലപാതകം ലോകശ്രദ്ധ നേടിയത്? 2023 സെപ്റ്റംബറിൽ അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പാർലമെന്റിൽ അടിസ്ഥാനരഹിതമായൊരു ആരോപണം ഉന്നയിച്ചു. ഈ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാർ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് വിശ്വസനീയമായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നാണ് ട്രൂഡോ പാർലമെന്റിനെ അറിയിച്ചത്. എന്നാൽ ശക്തമായി തന്നെ ഇന്ത്യ അതിനെതിരെ പ്രതികരിച്ചു. അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ബന്ധങ്ങൾ വലിയ പ്രതിസന്ധിയിലായി. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് RCMP ഡെപ്യൂട്ടി കമ്മീഷണർ ലിസ മൊറേലാൻഡ് വ്യക്തമാക്കിയത്, ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥരെ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ്. അന്വേഷണം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്നും പുതിയ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്നും അവർ വ്യക്തമാക്കി. അമേരിക്കയിലെ ഫെഡറൽ കോടതി വലിയ കുറ്റപത്രം പുറത്തുവിട്ടു. അതിൽ പ്രധാന പ്രതികൾ ലോറൻസ് ബിഷ്ണോയിയും അയാളുടെ അടുത്ത അനുയായിയും പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാല വധക്കേസിലെ പ്രധാന പ്രതിയുമായ ഗോൾഡി ബ്രാറുമാണ്. ഇയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $50,000 അമേരിക്ക പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആരോപണം ഇപ്രകാരമാണ്: ജയിലിലിരിക്കെ തന്നെ ലോറൻസ് ബിഷ്ണോയ് കടത്തിക്കൊണ്ടുവന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് കൊലപാതകത്തിന് നിർദ്ദേശം നൽകി. ഗോൾഡി ബ്രാറാണ് വടക്കേ അമേരിക്കയിലെ ശൃംഖല ഏകോപിപ്പിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ലോറൻസ് ബിഷ്ണോയ് പഞ്ചാബിൽ നിന്നുള്ള ഒരു ഗുണ്ട നേതാവാണ്. 2015 മുതൽ ജയിലിലാണ്. ജയിലിൽ നിന്ന് തന്നെ വിപുലമായ ക്രിമിനൽ ശൃംഖല നിയന്ത്രിക്കുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികളുടെ ആരോപണം. അയാളുടെ സംഘത്തിനെതിരെ കൊലപാതകം, പണപ്പിരിവ്, മയക്കുമരുന്ന് കടത്ത്, സൽമാൻ ഖാനെതിരായ ഭീഷണി, സിന്ധു മുസേവാല കൊലപാതകം എന്നിവ ഉൾപ്പെടെ നിരവധി കേസുകളുണ്ട്. അന്തർദേശീയ സംഘടിത കുറ്റകൃത്യ ശൃംഖലയ്ക്കെതിരായ അമേരിക്കയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹാർഡ്ബോൾ. അമേരിക്കയുടെ നടപടി ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യമിട്ടതല്ല, 37 പ്രതികൾക്ക് വേണ്ടിയായിരുന്നു അത്. റാക്കറ്റെയറിംഗ്, മയക്കുമരുന്ന് കടത്ത്, പണപ്പിരിവ്, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം തുടങ്ങിയ കേസുകളിലാണ് നടപടി. (2023) മുതൽ ഇന്ത്യ തുടർച്ചയായി പറഞ്ഞിരുന്നത് സർക്കാരിന് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ കാനഡയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന തെളിവില്ലെന്ന് വ്യക്തമാക്കിയതോടെ തുടക്കം മുതലുള്ള ഇന്ത്യയുടെ നിലപാടിലുള്ള അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നു. നിജ്ജർ കേസ് ഇനി ഒരു കൊലപാതക കേസ് മാത്രമല്ല. ഇത് അന്തർദേശീയ രാഷ്ട്രീയം, ഖലിസ്ഥാൻ പ്രസ്ഥാനം, സംഘടിത കുറ്റകൃത്യങ്ങൾ, ഇന്റലിജൻസ്, ഇന്ത്യ കാനഡ ബന്ധം, അമേരിക്കയുടെ നിയമ നടപടികൾ ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആഗോള കേസായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നിലവിൽ തെളിവില്ലെന്നാണ് കാനഡ പറയുന്നത്. എന്നാൽ ലോറൻസ് ബിഷ്ണോയ്, ഗോൾഡി ബ്രാർ ശൃംഖലയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അമേരിക്കയും കാനഡയും ഇപ്പോഴും തുടരുകയാണ്.